നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി കമ്പനിയുടെ ഗ്രേറ്റ് ലീഡറും ബൂസ്റ്റർ റാങ്ക് അച്ചീവർ കൂടിയായ ജെസ്സി മാഡത്തെ വെൽക്കം ചെയ്യുന്നു. ജെസ്സി മാഡം, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. താങ്ക് യു മാഡം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. പുഴയുടെ സംഗീതം ചിറകിലെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകിലെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥാ, ഈ ജീവിതമെന്തിനു നാഥാ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ട്രൂവിൻ ഇമർക്കൻഡൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമിന്റെ കൂടി ഭാഗമാണ് അല്ലേ. യെസ്, എന്താണ് ട്രൂവിൻ ഇമർക്കൻഡൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഏതൊരു രാജ്യമാണെങ്കിലും ആ ഒരു രാജ്യം ഒരു സമ്പന്ന രാജ്യമാകണമെങ്കിൽ അവിടെ ഒരുപാട് റോഡുകൾ പണിതതുകൊണ്ടോ പാലങ്ങൾ പണിതതുകൊണ്ടോ മാത്രം ഒരു രാജ്യം ഒരു സമ്പന്ന രാജ്യമാകണമെന്നില്ല. അവിടെയുള്ള സാധാരണക്കാരായ ആളുകളുടെ പ്രതിശീർഷ വരുമാനം കൂടിയാൽ മാത്രമേ ശരിക്കും പരിപൂർണമായിട്ട് ആ ഒരു രാജ്യം ഒരു സമ്പന്ന രാജ്യമാവുകയുള്ളൂ. പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ അവസരങ്ങൾ വളരെ കുറവാണ്. അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒട്ടേറെ തൊഴിൽ സാധ്യതയുള്ള നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡയറി ഫാം, ഇ ഷോപ്പിംഗ്, ഇ ലേണിംഗ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, എന്നിങ്ങനെ തേനീച്ച വളർത്തൽ എന്നിങ്ങനെ വരുന്ന 10-ലധികം വരുന്ന പ്രൊജക്റ്റുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ട്രൂവിൻ കമ്പനി നമുക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ സ്വയം സംരംഭകരാക്കുകയും അതിലൂടെ നമ്മുടെ നാടിന്റെയും സമൂഹത്തിന്റെയും നന്മയും പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം. 2022 ഏപ്രിൽ 29 ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ രൂപീകൃതമായ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഹെഡ് ഓഫീസ് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് എയർപോർട്ടിനടുത്താണ് പ്രവർത്തിച്ചു വരുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ സ്വയം സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും അവരത് നേടിയെടുക്കാൻ ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോം ഒരുക്കി തരികയും ചെയ്ത അബ്ദുൽ ഖാദർ സുഹിരി സാർ ചെയർമാനായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 5% രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ വിദ്യാഭ്യാസം, പാർപ്പിടം, കല്യാണം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അർഹരായ ആളുകളെ കണ്ടെത്തി അവരെ സഹായിക്കുന്നതിന് കൂടി മുൻഗണന നൽകുന്ന ഈ ഒരു കമ്പനി ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും വൻ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ നമുക്ക് ഈ ഒരു സൂമിൽ ഒരു സ്പെഷ്യൽ സൂം കൂടിയാണ്. നമുക്കിന്ന് തേനീച്ച വളർത്തലും പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിനിങ് ക്ലാസ് ആണ് നമുക്കിവിടെ ലഭിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇന്ന് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് തേനീച്ച വളർത്തൽ ട്രെയിനിങ്ങിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള എബി സാറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരവോട് കൂടി തന്നെ എന്റെ പേരിലും ടീം പാന്തേഴ്സിന്റെ പേരിലും ട്രൂവിൻ ഇമർക്കൻഡൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലും നമുക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എബി സർ, പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എബി, കൊട്ടാരക്കരയാണ് വീട്. നമ്മൾ തേനീച്ച വളർത്തലിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നവരാണ്. നമ്മുടെ തേനീച്ച വളർത്തൽ ക്ലാസ് കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചായിരുന്നു. ആരാണ് തേനീച്ചകൾ, എന്താണ് തേനെന്നൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു വെച്ചായിരുന്നു.
പ്രകൃതിയിലെ തേൻ കുടിച്ച് ജീവിക്കുന്ന അനേക ഷഡ്പദങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് തേൻ കുടിച്ച് അതിൽ നിന്ന് ഊർജം പകർന്ന് വിസർജ്യമായി പുറത്തു പോകുന്നു. എന്നാൽ തേനീച്ചകൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നുള്ള തേൻ കുടിക്കുകയും അവർക്കാവശ്യമായ ഊർജം അതിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് അനുയോജ്യമായിട്ട് അത് ഉപകാരപ്പെടുകയും ബാക്കി വരുന്ന തേൻ കൂടുകളിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന തേനീച്ചകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. തേൻ കൂട്ടിൽ വരുന്നത് കൊണ്ടാണ് നമ്മൾ തേനീച്ചയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൂട്ടിൽ നിന്നും മധുരകരമായിട്ടുള്ള ഒരു ദ്രാവകം അത് ലഭിക്കും. അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേനീച്ച വളർത്തലിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വരുമാന മാർഗം ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് തേനീച്ച വളർത്തൽ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള തേനീച്ചകളുണ്ടെന്ന് പറഞ്ഞു. വളർത്താൻ പറ്റുന്ന തേനീച്ചയുണ്ട്, വളർത്താൻ പറ്റാത്ത തേനീച്ചയുണ്ട്, കുത്തുന്ന തേനീച്ചയുണ്ട്, കുത്താത്ത തേനീച്ചയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തുടങ്ങി വെച്ചത്. വളർത്താൻ പറ്റാത്ത തേനീച്ചകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് എപ്പിസ് ഡോർസെറ്റ എന്ന് പറയുന്ന ശാസ്ത്രീയ നാമമുള്ള കാട്ടുതേനീച്ചയാണ്. അത് താമസിക്കുന്നത് വലിയ പാറക്കെട്ടുകളുടെയും വലിയ മരങ്ങളുടെയും ബ്രിഡ്ജുകളുടെയും വലിയ കെട്ടിടങ്ങളുടെയൊക്കെ സൺഷെയ്ഡിലും പാലങ്ങളുടെയൊക്കെ അടിയിലും വാട്ടർ ടാങ്കുകളുടെയൊക്കെ അടിയിലും ഒക്കെ ആയിട്ടാണ് ഒരു തുറസായ സ്ഥലത്ത് കൂടുകെട്ടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഈ തേനീച്ചയെ നമുക്ക് അടച്ച കൂടുകളിൽ വളർത്താൻ സാധ്യമല്ല. തുറസായ സ്ഥലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവയാണ്. കാട്ടുതേനീച്ച എന്നതിന് വിളിപ്പേരുണ്ട്. റോക്ക് ബീസ് എന്ന് വിളിക്കും, പെരുന്തേനീച്ച എന്ന് പറയും. അങ്ങനെ വിവിധ പേരുകളിൽ ഈ തേനീച്ച അറിയപ്പെടുന്നുണ്ട്. ഈ തേനീച്ച വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള തേനീച്ചയാണ്. ഈ തേനീച്ചകളുടെ കുത്തേറ്റിട്ടാണ് മനുഷ്യർ മരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പത്രങ്ങളിലും ന്യൂസുകളിലും ഒക്കെ വരുന്നത്. ഇതിൻ്റെ ഒരു 5-6 കുത്തേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് BP ഡൗൺ ആവുകയും മരണം വരെയും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ പിന്തുടർന്ന് ആക്രമിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. പിന്തുടർന്ന് ആക്രമിക്കും. അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കിലോമീറ്ററുകളോളം ഇവർ പിന്തുടർന്ന് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ കൂട്ടിൽ നിന്നും സീസൺ സമയത്ത് ഏതാണ്ട് 10 മുതൽ 50 കിലോ 60 കിലോ ഒക്കെ തേൻ ലഭിക്കാറുണ്ട്. ഏതാണ്ട് 1 മീറ്റർ വലിപ്പം ഇവർ കെട്ടുന്ന അടകൾക്ക് ഉണ്ട്. 1 മീറ്ററോളം വലിപ്പം കാണും. ഒരു 4 ഇഞ്ച് കനം ആയിട്ടും കാണും. അതിനെ നമുക്ക് വളർത്താൻ സാധ്യമല്ല. അതിനോടൊപ്പം വരുന്ന വേറൊരു തേനീച്ചയാണ് എപ്പിസ് ഫ്ലോറിയ എന്ന് പറയുന്ന കൊമ്പ് തേനീച്ച, കോൽ തേനീച്ച. എപ്പിസ് ഫ്ലോറിയ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഇത് സാധാരണ താമസിക്കുന്നത് നമ്മുടെ കുറ്റിച്ചെടികളുടെയൊക്കെ കൊമ്പുകളിലാണ്. ഇതിന് നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പം, കൂടിപ്പോയി കഴിഞ്ഞാൽ 2 കൈപ്പത്തി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പമാണ് ഈ കോൽ തേനീച്ചയ്ക്ക് അവരുടെ കൂടിനുള്ളത്. അതും ഒറ്റ കോമ്പ് മാത്രമേ കാണത്തുള്ളൂ, ഒരട മാത്രമേ കാണത്തുള്ളൂ. ഈ തേനീച്ചയും തുറസായ സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ഈ തേനീച്ചയുടെ കുത്തേറ്റ് കഴിഞ്ഞാൽ വലിയ ഡേഞ്ചർ ഒന്നും അല്ല, വലുതായിട്ട് നീരൊന്നും വെക്കത്തില്ല, എന്നാലും ഒരു ചെറിയ അരപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഈ തേനീച്ചയെ നമുക്ക് വളർത്താൻ സാധ്യമല്ല. ഇവർ 2 കൂട്ടരും തുറസായ സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അടഞ്ഞ കൂടുകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. അതുകൊണ്ട് നമ്മൾ ഈ 2 തേനീച്ചയെ നമ്മൾ ഇഞ്ഞ് മാറ്റി. എപ്പിസ് ഫ്ലോറിയയ്ക്ക് കിട്ടുന്ന തേൻ എന്ന് പറയുന്നത് 250 മുതൽ 500-550 ഗ്രാമൊക്കെ ഉള്ള തേനാണ് ആ ഒരു കൂട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ ഔഷധ ഗുണം കൂടുതലാണ് മറ്റുള്ള തേനീച്ചകളെക്കാളും. ഈ എപ്പിസ് ഫ്ലോറിയ കൊമ്പ് തേനീച്ച, ഇവരുടെ കൂട്ടിൽ നിന്ന് കിട്ടുന്ന തേനിന് കുറച്ചുകൂടെ ഔഷധ മൂല്യം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ 2 തേനീച്ചയും വളർത്താത്തത് കൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി വെച്ചു. പിന്നെ വളർത്താൻ പറ്റുന്ന തേനീച്ചയാണ് 1 ഇറ്റാലിയൻ തേനീച്ച, 2
ഇന്ത്യൻ തേനീച്ച, 3 ചെറുതേനീച്ച. ഇറ്റാലിയൻ തേനീച്ചയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേനീച്ചയുടെ ശരീരം വളരെ സാധാരണ നമ്മുടെ ഇന്ത്യൻ തേനീച്ചയെക്കായും കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തേൻ ഉൽപാദനവും കൂടുതലാണ്. ശേഖരിച്ചുകൊണ്ട് വരാൻ കഴിയുന്ന തേനിന്റെ അളവും കൂടുതലാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയില്, വടക്കേ ഇന്ത്യയിലൊക്കെ ഈ തേനീച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിൽ ഇതിന്റെ സാധ്യത വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരഭാരം വലുതായതുകൊണ്ട് ഇവരുടെ സഞ്ചാരം വളരെ സ്ലോയിലായിരിക്കും, സ്പീഡ് കുറവാണ്. അങ്ങനെ സ്പീഡ് കുറവായതുകൊണ്ട് ഈ പ്രാപ്പിടിയം പക്ഷികൾ, വാലാട്ടിക്കിളി, പച്ചക്കിളി എന്നൊക്കെ പേര് പറയുന്ന ഒരിനം ദേശാടന പക്ഷിയുണ്ട്. അത് ജനുവരി മാസങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ തേന്റെ സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസമാണ്. കറക്റ്റായിട്ടുള്ള സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് മാസമാണ്. ഫെബ്രുവരി മാസമാണ് കറക്റ്റായിട്ട് അതിന്റെ ഫ്ലോയിൽ കിട്ടുന്നത്. അപ്പോ ഈ ദേശാടന പക്ഷികള് വൻതോതിൽ വന്നിട്ട് നമ്മുടെ ഇറ്റാലിയൻ തേനീച്ചയെ പിടിക്കുകയും നമ്മൾ വളർത്തുന്ന കൂടുകളിൽ തേനീച്ചകളുടെ അളവ് കുറഞ്ഞ് ആ കോളനി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയത് കൊണ്ട് നമ്മൾ ഇതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇറ്റാലിയൻ തേനീച്ചയെ വളർത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എപ്പിസ് മെല്ലിഫറ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇതും ഒരു 10 കിലോ മുതൽ 30-40 കിലോ ഒക്കെ തേൻ ഒരു കൂട്ടിൽ നിന്ന് ലഭിക്കാറുണ്ട്. കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അതിൽ കൂടുതലും ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഇത് വളരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശത്രുക്കള് കൂടുതലാണ്. ഇവരുടെ സഞ്ചാരം എന്ന് പറയുന്നത് വളരെ സ്ലോയിലാണ്. അതുകൊണ്ട് ശത്രുക്കൾ വന്ന് കീഴ്പ്പെടുത്താൻ, ഇവരെ ആക്രമിച്ച് ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ ഇറ്റാലിയൻ തേനീച്ചയും കൂടുകളിൽ കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളർത്തുന്നില്ല. പിന്നെ നമ്മൾ വളർത്തുന്ന തേനീച്ച എന്ന് പറയുന്നത് ഇന്ത്യൻ തേനീച്ചയും ചെറുതേനീച്ചയുമാണ്. ഈ 2 തേനീച്ചയ്ക്കാണ് നമുക്ക് കേരളത്തിൽ വളർത്താനുള്ള സാധ്യതയുള്ളത്. അതിലെ ഒരു തേനീച്ച, ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നത് കുത്തുന്ന തേനീച്ചയാണ്. എന്നാൽ ചെറുതേനീച്ച എന്ന് പറയുന്നത് കുത്താത്ത തേനീച്ചയാണ്. ഈ 2 തേനീച്ചയെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങുന്നത് ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്ന നമ്മൾ സാധാരണ വളർത്തുന്ന ഞൊടിയൽ തേനീച്ച, അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഈ ഇന്ത്യൻ തേനീച്ചയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനത്തെ 1-2 ക്ലാസ്സുകൾ നമ്മൾ ചെറുതേനീച്ചയ്ക്ക് വേണ്ടിയിട്ടും മാറ്റി വെക്കും. അപ്പൊ ഇന്ത്യൻ തേനീച്ച എന്ന് പറയുന്നത് എപ്പിസ് സെറാന ഇൻഡിക്ക എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. എപ്പിസ് സെറാന ഇൻഡിക്ക. എപ്പിസ് വിഭാഗത്തിൽ പെടുന്നവയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4 തരത്തിലുള്ള തേനീച്ചകൾ. എപ്പിസ് വിഭാഗത്തിലുള്ളത് ആ 4 തേനീച്ചകളും കുത്തുന്ന ഇനത്തിലുള്ളത് കൊണ്ടാണ് എപ്പിസ് 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 എന്ന് പറയുന്ന ആ ഒരു നാമധേയം അവർക്ക് കൊടുത്തിരിക്കുന്നത്. എപ്പിസ് ഡോർസെറ്റ, എപ്പിസ് ഫ്ലോറിയ, എപ്പിസ് മെല്ലിഫറ, എപ്പിസ് സെറാന ഇൻഡിക്ക. ഈ 4 തരത്തിലുള്ള തേനീച്ചകളും കുത്തുന്ന തേനീച്ചകളാണ്. ആ കുത്തുന്ന തേനീച്ചകളിൽ ഇന്ത്യൻ തേനീച്ചയെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ തേനീച്ചയെ വളർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു കൂട് ആവശ്യമാണ്. ആ കൂട് വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച വ്യക്തി എന്ന് പറയുന്നത് ഫാദർ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ. നമ്മൾ വളർത്തുന്ന സാധാരണ ഇന്ത്യൻ തേനീച്ചയെ വളർത്തുന്ന ന്യൂട്ടൺ പെട്ടിക്ക് രൂപകൽപ്പന ചെയ്തത് ഫാദർ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതനാണ്. ഈ തേനീച്ചക്കൂട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട് വാങ്ങിക്കുന്നതിനേക്കാളും ചെലവ് കൂടുതലായിരിക്കും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല തടികൾ നമുക്ക് ഉപയോഗിക്കാം. പറങ്കിമാവ്, പ്ലാവ്, മാവ്, അതുപോലെ തന്നെ പുന്ന, മരുത്, മുള്ളുവേങ്ങ, തേക്ക്,
അങ്ങനെയൊക്കെയുള്ള തടികളൊക്കെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ വട്ട പോലുള്ള കാതലില്ലാത്ത തടികൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ കാതലില്ലാത്ത മരുത് മുള്ളുവേങ്ങയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ നിൽക്കുന്നതുമുണ്ട്. അപ്പം വെള്ളം വീണാൽ പൊടിഞ്ഞു പോകാത്ത തടികൾ കൊണ്ട് നമ്മളൊരു കൂട് നിർമ്മിച്ചു കഴിഞ്ഞാലോ അത് വാങ്ങിച്ചു കഴിഞ്ഞാലോ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് കുറച്ച് നാളുകൂടെ ഉപയോഗിക്കാൻ സാധിക്കും. എന്തുവായാലും നമ്മളൊരു കൂടിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത്, കാലിക്കൂട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ എന്ന് പറയുന്നത് വെറും 600 രൂപയാണ്. 600 രൂപ കൊണ്ട് നമുക്കൊരു കൂട് വാങ്ങാൻ പറ്റും. ആ കൂട് മരുതിൻ്റെയോ മുള്ളുവാങ്ങയുടെയോ ഒക്കെ ആയിരിക്കും. കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു കൂട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 700-750 രൂപയൊക്കെ ആവും. അത് പുന്നയൊക്കെ ആവുമ്പോൾ ഒരു 700-750 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 തടിയും നല്ല ലാസ്റ്റ് ചെയ്യും. തേക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യും, പക്ഷേ അത് എക്സ്പെൻസ് കൂടുതലാണ്. മരുത്, മുള്ളുവേങ്ങ, അതുപോലെ തന്നെ പുന്ന, ഈ 3ഉം കുറച്ച് നാള് ലാസ്റ്റ് ചെയ്യുന്ന തടിയാണ്. ആ തടിയിൽ നമ്മൾ ഒരു കൂട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ചിലവ് വരുന്നത് ഒരു 500-600-750 രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു ചിലവാണ് വരുന്നത്. അങ്ങനെ ഒരു കൂട് നമ്മൾ കൈക്കലാക്കി കഴിഞ്ഞാൽ അതിന് അടിപ്പലക എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബ്രൂട്ട് ചേംബർ ഉണ്ട്. ബ്രൂട്ട് ചേംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹണി ചേംബറാണ്. അത് കഴിഞ്ഞിട്ട് മേൽമൂടി, അടപ്പ്. അങ്ങനെ 4 പാർട്സ് ആണ് നമ്മുടെ തേനീച്ച കൂടിനുള്ളത്. ഒന്ന് അടിപ്പലക. ആ പലകയുടെ മുകളിലായിട്ടാണ് നമ്മുടെ ബ്രൂട്ട് ചേംബർ എടുത്തു വെക്കുന്നത്. ആ ബ്രൂട്ട് ചേംബർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മൾ തേനീച്ചയെ വളർത്തുന്നത്. അങ്ങനെ തേനീച്ചയെ വളർത്തി ആ കൂട് നിറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ഹണി ചേംബറൂടെ വെച്ച് കൊടുക്കും. ആ ഹണി ചേംബറിലാണ് നമ്മൾ തേനീച്ചയെ കയറ്റിയിട്ട് തേനെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു മേൽമൂടി, അടപ്പ്. അങ്ങനെ 4 പാർട്സ് ഉണ്ട്. ഈ ബ്രൂട്ട് ചേംബറിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു എൻട്രൻസ് ഭാഗമുണ്ട്. അടിപ്പടി എന്ന് വെച്ചാൽ അടിപ്പലകയുടെ ഒരു സൈഡിൽ നമ്മുടെ ഈ എൻട്രൻസുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കും. ആ എൻട്രൻസുമായിട്ട് ബന്ധിപ്പിച്ചിട്ടിരിക്കുന്ന ആ അടിപ്പടിയുടെ ആ കോർണർ ഭാഗം ഷാർപ്പ് മാറ്റിയിട്ട് ഒരു റേഡിയസ് ടൈപ്പിൽ പണിയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾ വന്ന് ഇരിക്കുമ്പോൾ അവരുടെ ശരീരത്തിന് ആഘാതമൊന്നും ഉണ്ടാവാതെ അതിൻ്റെ ആ കോർണർ തട്ടി അതിൻ്റെ വയറൊന്നും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് റേഡിയസ് ആയിട്ട് വെച്ചേക്കുന്നത്. അതിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ലാൻഡിങ് സ്പേസ് ഉണ്ട്. ആ ലാൻഡിങ് സ്പേസിൽ അവിടെ വന്നിരുന്നിട്ട് എൻട്രൻസ് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ബ്രൂട്ട് ചേംബറിൽ 6 ഫ്രെയിമുകൾ, ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളിലാണ് തേനീച്ചകൾ അവരുടെ കൂട് നിർമ്മിക്കുന്നത്. 6 ഫ്രെയിമുണ്ട്. 6 ഫ്രെയിമിലും ഓരോ 6 ചട്ടങ്ങളിലും ഓരോ അവരുടെ മെഴുക് ഉപയോഗിച്ച് അറകൾ നിർമ്മിക്കും. അതിലാണ് അവർ തേന്, പൂമ്പൊടി, മുട്ട ഇതൊക്കെ ഇടുന്നതും ശേഖരിക്കുന്നതും ഒക്കെ. തേൻ അവർ കൊണ്ടുവന്ന് ശേഖരിക്കും. മുട്ടയിട്ടിട്ട് അതിൻ്റെ വളർച്ചയൊക്കെ ഈ കൂട്ടിലാണ് നടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ചിന്തിക്കും. ആ തട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രൂട്ട് ചേംബർ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ ഹണി ചേംബർ വെച്ച് കൊടുക്കും. ഹണി ചേംബർ വെച്ചിട്ട് അതിനകത്ത് 5 ഫ്രെയിമുണ്ട്. ആ 5 ഫ്രെയിമിൽ നമ്മൾ അടകൾ കെട്ടിക്കും. അല്ലെന്നുണ്ടെങ്കിൽ 4 ഫ്രെയിമിൽ നമ്മൾ അട കെട്ടിച്ചിട്ട് അതിൽ നിന്ന് തേനെടുക്കും. അതിൻ്റെ അടപ്പ് ഭാഗമുണ്ട്. അടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽമൂടി. ആ മേൽമൂടിയുടെ ചെറിയൊരു ദ്വാരം കാണും. അത് എയർ കിടക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ തേനീച്ച പെട്ടിയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തേനീച്ച കൂടായി കഴിഞ്ഞാൽ നമുക്ക് തേനീച്ചകളെ ഈ കൂട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് പിടിക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടിലേക്ക് നമുക്ക് തേനീച്ചകളെ നമുക്ക് കൂട്ടിലേക്ക് ആക്കാം. അതല്ല വില കൊടുത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വില കൊടുത്തും വാങ്ങിക്കാം. ഏതാണ്ട് ഒരു 3 ഫ്രെയിം അടങ്ങുന്ന തേനീച്ചയും അതിൻ്റെ റാണി ഒരു കോളനി ഉൾപ്പെടെ വാങ്ങിക്കുന്നതിന് 600 രൂപ കൂടുതലൊന്നും ആവത്തില്ല.
അപ്പം എങ്ങനെ ആയാലും നമ്മൾ ഒരു തേനീച്ച കൂട് നമ്മുടെ വീട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 600 രൂപ കൂട്, 600 രൂപ ഈച്ച, തേനീച്ച. അന്നേരം കൂടായി. അത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡ് വേണം. അതൊരു 200-250 രൂപയ്ക്ക് കിട്ടും. എങ്ങനെ ആയാലും ഒരു 1500 രൂപയാണ് തുടക്കത്തിൽ തേനീച്ച വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചെലവാകുന്ന മുതൽ മുടക്കെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം തേനീച്ചക്കൂട് നമ്മൾ സെറ്റാക്കി. ഈ തേനീച്ചക്കൂട് പിടിച്ചു വെക്കുന്ന വിധങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാം, ചർച്ച ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പുതിയ ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ പറഞ്ഞു പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ വിശദമായിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് തേനീച്ച പിടിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേനെ. അന്നേരം തേനീച്ചയുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ടാണ് വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന ഒരു കോളനിയിൽ 3 തരത്തിലുള്ള തേനീച്ചയാണുള്ളത്. 3 തരത്തിലുള്ള തേനീച്ചയുണ്ട്. 1 റാണി തേനീച്ചയാണ്, 2 വേലക്കാരി തേനീച്ചയാണ്, 3 ആണീച്ചയാണ്. ഈ 3ഉം കൂടെ ഉൾപ്പെടുന്നതാണ് തേനീച്ച കുടുംബം എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ തേനീച്ച കോളനി. ഒരു തേനീച്ച കോളനി എന്ന് പറയുന്നത് റാണി, വേലക്കാരി, ആണീച്ച, ഈ 3 തരത്തിലുള്ള ഈച്ചകളും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് തേനീച്ച കുടുംബം. റാണി ഒരു കൂട്ടിൽ ഒരാൾ മാത്രമേ കാണത്തുള്ളൂ. ഒരു കൂട്ടിൽ ഒരു റാണി മാത്രമേ കാണത്തുള്ളൂ. ആണീച്ചകൾ ഏതാണ്ട് ഒരു 100-200 ആണീച്ചകളൊക്കെ കാണും. സീസണൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടും. മഴ സമയമായി കഴിഞ്ഞാൽ ഒരു ആണീച്ച പോലും കാണത്തില്ല. എല്ലാവരെയും പുറത്താക്കും. എന്താ അതിന്റെ കാരണം എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കും. അപ്പം ഒരു 100 മുതൽ 200 ആണീച്ചകള്, ഒരു റാണി, അതിനോടൊപ്പം തന്നെ കുറേ വേലക്കാരി തേനീച്ചകൾ. അത് നമ്മൾ കൂട് വളർത്തുന്നതിനനുസരിച്ചാണ്. അതൊരു 15,000 ആവാം, 20,000 ആവാം, 30,000 ആവാം. നമ്മൾ എത്രമാത്രം കൂട് വളർത്തിക്കൊണ്ട് വരുന്നു അത്രത്തോളം വേലക്കാരി തേനീച്ചകളെ നമുക്ക് ഒരു കൂട്ടിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ 3 തരത്തിലുള്ള തേനീച്ചകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന കൂട്ടിൽ ഉള്ളത്. റാണിയുടെ ധർമ്മം എന്ന് പറയുന്നത് കൂട്ടില് പുതിയ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. ഈ റാണി 800 മുതൽ 1200 മുട്ടകൾ വരെ ഇടുന്നു എന്നുള്ളതാണ് കണക്ക്. ഒരു ദിവസം 1200 വരെ മുട്ടകൾ. നല്ല ഫ്ലോ സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 1200 മുട്ട ഒരു കൂട്ടിൽ ഇടാൻ ചാൻസ് ഉണ്ട്. ഈ റാണി ഒരു ഫെറോമോൺ പുറപ്പെടുവിക്കും. റാണി പുറപ്പെടുവിക്കുന്ന ഈ ഫെറോമോൺ തേനീച്ചക്കൂടിനെ ഏകോപിപ്പിച്ച് നിർത്തും. അടുക്കും ചിട്ടയുമായിട്ട് കൂട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് റാണി പുറപ്പെടുവിക്കുന്ന ഈ ഫെറോമോൺ സഹായിക്കും. മറ്റുള്ള തേനീച്ചകൾ ഈ കൂട്ടിലേക്ക് കടന്നു വരുന്നതും ഈ കൂട്ടിലുള്ള തേനീച്ച മറ്റുള്ള കൂട്ടിലേക്ക് കടന്നു പോകുന്നതും ഒക്കെ ഈ ഫെറോമോണിന്റെ സാന്നിധ്യം നിർത്തലാക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റാണി പുറപ്പെടുവിക്കുന്നതും ഓരോ സ്മെല്ലാണ്. ആ സ്മെല്ലിനനുസരിച്ച് മറ്റുള്ള തേനീച്ചകൾ വേറൊരു തേനീച്ച മാറി കയറി കഴിഞ്ഞാൽ അതിനെ പുറത്താക്കും. അങ്ങനെ കൂടിനെ ഏകോപിപ്പിച്ച് നിർത്താനുള്ള കഴിവ് ഈ റാണിക്കുണ്ട്. വേലക്കാരി തേനീച്ചകളും റാണിയും രണ്ടും പെൺവർഗത്തിലുള്ള തേനീച്ചകളാണ്. രണ്ടും പെൺവർഗത്തിലുള്ള തേനീച്ചകളാണ് വേലക്കാരി തേനീച്ചയും റാണി ഈച്ചയും. പക്ഷെ റാണി മുട്ടയിടുന്നു, വേലക്കാരി മുട്ടയിടുന്നില്ല, മറ്റുള്ള ജോലികൾ ചെയ്യുന്നു. ആൺവർഗത്തിലുള്ളതാണ് ആണീച്ച, അല്ലെന്നുണ്ടെങ്കിൽ മടിയന്മാർ എന്നൊക്കെ നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കും, മടിയന്മാർ. അപ്പം റാണി 2 തരത്തിലുള്ള മുട്ടകളാണ് ഇടുന്നത്. 1 ബീജസങ്കലനം നടന്ന മുട്ടയും 2 ബീജസങ്കലനം നടക്കാത്ത മുട്ടയും. 2 തരത്തിലുള്ള മുട്ടയാണ് റാണി ഇടുന്നത്. ബീജസങ്കലനം നടന്ന മുട്ട വേലക്കാരി തേനീച്ചയായിട്ടും ബീജസങ്കലനം നടക്കാത്ത മുട്ട ആണീച്ചകളായിട്ടും മാറും. ബീജസങ്കലനം നടന്ന മുട്ട വേലക്കാരി തേനീച്ചയായിട്ടും ബീജസങ്കലനം നടക്കാത്ത മുട്ട ആണീച്ചയായിട്ടും മാറുന്നു. അവൻ 2 തരത്തിലുള്ള മുട്ട ഇടുന്നു.
മൂന്നാമതൊരു ഒരാളൂടെ ഉണ്ട്, റാണി. ആ റാണിയെ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജസങ്കലനം നടന്ന മുട്ടയെ തന്നെ കൂടുതലായിട്ട് റോയൽ ജെല്ലി എന്ന് പറയുന്നൊരു ദ്രാവകം അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടാണ് റാണിയെ ആക്കി മാറ്റുന്നത്. സാധാരണ റാണിമുട്ട എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ റാണിമുട്ട എന്ന് പറയുന്ന ഒരു മുട്ട ഇടുന്നില്ല. റാണി ഇടുന്നത് 2 തരത്തിലുള്ള മുട്ടയാണ്. ഒന്ന് ബീജസങ്കലനം നടന്ന മുട്ട, 2 ബീജസങ്കലനം നടക്കാത്ത മുട്ട. ബീജസങ്കലനം നടന്ന മുട്ട വേലക്കാരി തേനീച്ചയായിട്ടും അഥവാ പെണ്ണീച്ചയായിട്ടും, ബീജസങ്കലനം നടക്കാത്ത മുട്ട ആണീച്ചയായിട്ടും മാറുന്നു. അപ്പം ബീജസങ്കലനം നടന്ന മുട്ടയിൽ നിന്നാണ് പെണ്ണീച്ചകൾ ഉണ്ടാവുന്നത്. ആ പെണ്ണീച്ച തന്നെയാണ് വേലക്കാരികളും റാണി തേനീച്ചയും. അത് രണ്ടും പെൺവർഗത്തിൽപ്പെട്ട തേനീച്ചകളാണ്. റാണിയുടെ അഭാവത്തിൽ ഈ വേലക്കാരികൾ മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ആർജിക്കും. ചിലതൊക്കെ വിരിഞ്ഞ് പുറത്ത് വരുമെങ്കിലും ആ കൂടുകൾ അങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സന്താന പരമ്പര ഈ വേലക്കാരി തേനീച്ചകൾ ഇടുന്ന മുട്ടയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടാവാത്തത് മൂലം ആ കോളനികൾ അങ്ങനെ നശിച്ചു പോകാൻ ഉള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സ്റ്റേജ് വരെ പോവാതെ നമുക്ക് ഈ കൂടുകളെയൊക്കെ റാണി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പം റാണി 2 തരത്തിലുള്ള മുട്ട ഇടുന്നു. ഒന്ന് ബീജസങ്കലനം നടന്ന മുട്ട, 2 ബീജസങ്കലനം നടക്കാത്ത മുട്ട. ബീജസങ്കലനം നടന്ന മുട്ട വേലക്കാരി തേനീച്ചയായിട്ടും ബീജസങ്കലനം നടക്കാത്തത് ആണീച്ചയായിട്ടും മാറുന്നു. ബീജസങ്കലനം നടന്ന മുട്ട ആയാലും ബീജസങ്കലനം നടക്കാത്ത മുട്ടയായാലും 3 ദിവസം മുട്ടയായിട്ട് തന്നെ ഇരിക്കും. ആ സമയത്ത് കൊടുക്കുന്ന ഫുഡാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ 4 മുതൽ 13 ദിവസം വരെ പ്രായമുള്ള തേനീച്ചകളുടെ തലയുടെ നടുവിൽ കൂടി ഒഴുകി വരുന്ന ഒരു ദ്രാവകമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ റോയൽ ജെല്ലി അവർ കളക്ട് ചെയ്തിട്ട് എല്ലാ മുട്ടകൾക്കും കൊടുക്കും. 3 ദിവസം ഈ മുട്ടകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ റോയൽ ജെല്ലിയിൽ കിടന്നിട്ടാണ് ഈ മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് മാറുന്നത്. 3 ദിവസം മുട്ടയായിട്ടിരിക്കും. ആ സമയത്ത് കൊടുക്കുന്ന ഫുഡാണ് റോയൽ ജെല്ലി. ആ റോയൽ ജെല്ലിയിൽ കിടന്ന് മുട്ട വിരിഞ്ഞ് പുഴുവായിട്ട് മാറും. അങ്ങനെ 3 ദിവസം 3 ദിവസം മുട്ടയായിട്ടിരുന്ന് 4-ാമത്തെ ദിവസം വിരിഞ്ഞ് പുഴുവായിട്ട് മാറി 5-ാമത്തെ ദിവസം തൊട്ട് ഇവർക്ക് കൊടുക്കുന്ന ഫുഡാണ് ബീ ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ 2 ഭക്ഷണമായി. ഒന്ന് റോയൽ ജെല്ലി, 2 ബീ ബ്രെഡ്. ബീ ബ്രെഡ് എന്ന് പറയുന്നത് തേന്, പൂമ്പൊടി, ജലം ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബീ ബ്രെഡ് എന്ന് പറയുന്നത്. ഇത് പുഴുവിന്റെ സ്റ്റേജ് കഴിയുന്നിടം വരെയും കൊടുക്കും. ആ പുഴു വളർച്ചയെത്തി അത് സമാധിയിലേക്ക് പോകും. സമാധിയിലേക്ക് പോയി വേലക്കാരി തേനീച്ചകളാണെന്നുണ്ടെങ്കിൽ 21-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ വേലക്കാരി തേനീച്ചയായിട്ട് പുറത്തു വരും. ആണീച്ചയാണെന്നുണ്ടെങ്കിൽ 24-ാമത്തെ ദിവസം വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ തേനീച്ചയായിട്ട് പുറത്തു വരും. ഈ വേലക്കാരിയിൽ നിന്ന് തന്നെ റാണിയെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ അത് 16-ാമത്തെ ദിവസം പുറത്തു വരും. 16-ാമത്തെ ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ റാണിയായിട്ട് പുറത്തേക്ക് വരും. അപ്പം ഏത് മുട്ടയായാലും 3 ദിവസം മുട്ടയായിട്ടിരിക്കും. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം പുഴുവായിട്ട് മാറും. 7 ദിവസം ആണീച്ചയാണെന്നുണ്ടെങ്കിൽ പുഴു വളർന്നിട്ടാണ് സമാധി ദശയിലേക്ക് പോകുന്നത്. 7 ദിവസം കൊണ്ടാണ് വളരുന്നത്. റാണിയാണെന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ടാണ് ഈ പുഴു വളർന്ന് സമാധി ദശയിലേക്ക് പോകുന്നത്. വേലക്കാരികളാണെന്നുണ്ടെങ്കിൽ 6 ദിവസം കൊണ്ടാണ് പുഴു വളർന്ന് സമാധി ദശയിലേക്ക് പോകുന്നത്. ഈ പുഴുവിന്റെ ആ സ്റ്റേജിൽ 5, 6, 7 ആ 7 ദിവസങ്ങളിൽ ഇവർക്ക് കൊടുക്കുന്ന ഫുഡാണ് ബീ ബ്രെഡ് എന്ന് പറയുന്നത്. ബീ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേന്, പൂമ്പൊടി, ജലം ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നിർമ്മിക്കുന്ന ഒരു ആഹാരമാണ് ബീ ബ്രെഡ്. ഇത് കഴിച്ചിട്ടാണ്
അവര് ആ പുഴുവിന്റെ സ്റ്റേജിൽ നിന്ന് സമാധി ദശയിലേക്ക് പോകുന്നത്. സമാധി ദശയിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരത്തെ ഒരു കൊക്കൂണ് കൊണ്ട് അവർ തന്നെ പൊതിഞ്ഞിട്ട് ആ ഹോള് മറ്റുള്ള തേനീച്ചകൾ വന്ന് അടയ്ക്കും. അടച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് സുഖനിദ്രയാണ്. ആ നിദ്ര വിട്ട് പുറത്തിറങ്ങുന്നത് 16, 21, 24 ദിവസങ്ങളിലാണ്. 16 എന്ന് പറയുന്നത് റാണി, 21 എന്ന് പറയുന്നത് വേലക്കാരി തേനീച്ചകൾ, 24 എന്ന് പറയുന്നത് ആണീച്ചകൾ. അങ്ങനെ 3 തരത്തിലുള്ള തേനീച്ചകൾ പുറത്തേക്ക് വരും. റാണി 2 തരത്തിലുള്ള മുട്ടകൾ ഇടുന്നു. ഒന്ന് ബീജസങ്കലനം നടന്ന മുട്ട, 2 ബീജസങ്കലനം നടക്കാത്ത മുട്ട. ബീജസങ്കലനം നടന്ന മുട്ടയിൽ നിന്ന് റാണിയും വേലക്കാരികളും ഉണ്ടാകുന്നു. ബീജസങ്കലനം നടക്കാത്ത മുട്ടയിൽ നിന്ന് ആണീച്ചകളും ഉണ്ടാകുന്നു. അങ്ങനെ 3 തരത്തിലുള്ള തേനീച്ചകളെ കുറിച്ച് നമ്മളിന്ന് പഠിച്ചു. ഇന്ത്യൻ തേനീച്ചയിൽ 3 തരത്തിലുള്ള തേനീച്ചകൾ. ഇത്രയും എടുത്ത ക്ലാസ്സിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. താങ്ക് യു സർ. നമ്മളെ അബി സാറ് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ബീ കീപ്പിംഗ് ട്രെയിനിങ്ങിന്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ് നമുക്ക് വേണ്ടി ഇവിടെ എടുത്തു തന്നു. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അതിനുള്ള അവസരം തരുന്നുണ്ട്. എബി സാറേ, പിന്നെ ഇപ്പോൾ നമ്മൾ ശരിക്കും ഈ തേനീച്ച കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ 2 കൂട് മിനിമം മേടിക്കണമെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതെ. ഇത് എങ്ങനെയാണ്? സാറിനെ കോണ്ടാക്ട് ചെയ്യണോ അതോ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? എല്ലാവരും ഒരിടത്തുള്ളവരാണോ? അല്ല, ഇത് എല്ലാവരും പല പല ഭാഗത്തുള്ളവരാ. കോഴിക്കോട് ഉണ്ടാവും, മലപ്പുറം ഉണ്ട്, പല ഭാഗത്തുള്ള ആളുകളാണ്. എന്നാലും ഒരു കാര്യം ചെയ്താൽ മതി. ഞാനാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്തൊക്കെ ഉള്ള പലരുടെ നമ്പരല്ലേ കൊടുക്കുന്നത്. അന്നേരം പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എനിക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ആളാണ്, തേനീച്ച കൂട് വാങ്ങാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലേ അവരടുത്തുള്ള കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് അവരുമായിട്ട് സംസാരിപ്പിക്കുക. അന്നേരം അടുത്താണെന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാമല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കിത് വളർത്തും കൂടി ചെയ്യണമെങ്കിൽ ഒന്നുകൂടി അങ്ങനെ വളർത്തുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ വരത്തുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ കുറെ ക്ലാസ് കേട്ടിട്ട് കാര്യമില്ല. അതെ, നമ്മളൊരു തേനീച്ച വളർത്തലിന്റെ A to Z നമ്മൾ പറഞ്ഞു തരും, പക്ഷെ ചെയ്തു തരാൻ പറ്റത്തില്ല. നമ്മള് ക്ലാസ് കേൾക്കുമ്പോൾ അതിന്റെ കൂടെ വളർത്താൻ കൂടി വളർത്തുമ്പോൾ നമുക്ക് അതിന്റെ കുറെ സംശയങ്ങളൊക്കെ വരും. ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഒരു തേനീച്ച കർഷകനായിട്ട് മാറാൻ പറ്റുന്നത്. ഏകദേശം 2 പെട്ടി മേടിക്കുമ്പോൾ 3000 രൂപ അല്ലേ? 3000 അങ്ങനെയല്ലേ വരിക? ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു മുതൽ മുടക്കം എന്ന് പറയുമ്പോൾ ഒരു 5000 രൂപ നമ്മൾ കരുതിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മുഹാവരണി വേണം. അതിന്റെ ടൂൾസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. അപ്പം ഒരു മുഹാവരണി വേണം മുഖത്തിടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് കുത്തുകൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ ഒരു സ്മോക്കർ, വലിയ വയലന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് അടിച്ച് ശാന്തമാക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് സ്മോക്ക് കൊടുക്കും. ആ സ്മോക്കറിന് 10-300 രൂപയാവും. അങ്ങനെ 300, 200, 500 രൂപയായി. അതിനോടൊപ്പം തന്നെ അടുത്തടുത്ത് വീടുകളിലെ സ്ഥലങ്ങളാണെങ്കിൽ പറ്റുമോ വളർത്താൻ? പിന്നെന്താ. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാക്ടർ വേണം, ഒരു തേനയുടെ കത്തി വേണം. അങ്ങനെയൊക്കെയുള്ള ചെറിയ എക്യുപ്മെന്റ്സ് കൂടെ വേണം. അതുകൊണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 5000 രൂപ. ഇതെല്ലാം 5000 രൂപ ഉണ്ടെങ്കിൽ ഫുൾ കിറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടൂലേ? അതായത് 2 പെട്ടി തേനീച്ചയും വാങ്ങിക്കാൻ പറ്റും. 2 കൂട് തേനീച്ചയും, ഒരു എക്സ്ട്രാക്ടറും, ഒരു മുഹാവരണി, ഒരു സ്മോക്കറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്കറിന്റെ വില എന്ന് പറയുന്നത് 300 മുഹാവരണിയുടെ വില എന്ന് പറയുന്നത് 200. എക്സ്ട്രാക്ടറിന് ഒരു 1500 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ 2000 രൂപ അത്, മറ്റേതൊരു 3000. അതാ പറഞ്ഞ 5000 രൂപ കരുതി വെക്കണം പറഞ്ഞു. അത്രയും ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതലായിട്ട് തേൻ എടുക്കാൻ പറ്റും. എക്സ്ട്രാക്ടർ വെച്ച് തേൻ എടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് തേൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ അട നശിപ്പിക്കാതെ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ തിരിച്ച് അതേ അട തന്നെ കൂട്ടിലേക്ക് നിക്ഷേപിക്കുമ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും ഈ അടകൾ കെട്ടേണ്ട കാര്യമില്ല. കെട്ടാതെ കൊണ്ടുവരുന്ന തേൻ ഇതിനകത്തോട്ട് സ്റ്റോർ ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് കൂടുതൽ തേൻ കിട്ടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീസണിൽ ഒരു 2 കിലോ തേനൊക്കെ കിട്ടത്തുള്ളൂ.
അതുകൊണ്ടാണ് ആ മെഷീനോട് വാങ്ങിക്കണമെന്ന് പറയുന്നത്. അടുത്തടുത്തൊക്കെ ഉള്ളവർ 2-3 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുമ്പം കാര്യങ്ങൾ നടക്കും. ഒരുമിച്ച് പൈസ മെനക്കെടുത്താൽ ഇല്ലെങ്കിലേ ഇത് കൊറിയർ കൊറിയറൊക്കെ എങ്ങനെ കൊറിയർ ആയിട്ട് അയക്കും അല്ലേ? സാധനങ്ങളൊക്കെ കൊറിയർ അയക്കും. ഈച്ചകളെ അടുത്തുനിന്ന് വാങ്ങിക്കണം. എന്തുവായാലും തേനീച്ചയെ വാങ്ങിക്കുക, തേനീച്ച വാങ്ങിച്ച് വളർത്തുക. അന്നേരം നമുക്ക് ഒരു ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ക്ലാസ്സും കൂടി കൃത്യമായിട്ട് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സാറിനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലി നമ്മളെ ഗ്രൂപ്പിൽ സാറിന് നമ്പറുണ്ട്. സാറിനെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എത്ര തേനീച്ച എങ്ങനെ വെച്ചാൽ പറഞ്ഞ സാറ് നിങ്ങളെ പ്ലേസിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് തരും. കോൺടാക്ട് നമ്പർ തരാം. അതെ, അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ പെട്ടി മേടിച്ച് നമ്മൾ തേനീച്ചനെ വളർത്തി ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡിയാസ് കിട്ടും. അതായത് അന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതിനെ പോലെ എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സംശയങ്ങൾ. ഇതുകൊണ്ട് നമ്മൾ സ്വയം സംരംഭം എന്നുള്ള ട്രൂബീൻ്റെ ഒരു പ്രൊജക്റ്റിൽ ഒന്നാമതാണ്. കാരണം നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ, തേനീച്ച വളർത്തലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാന മാർഗം ഇതിൽ നിന്ന് കിട്ടും. അത് ഉറപ്പാണ്. നമ്മൾ ഇതേന്ന് പറഞ്ഞ് നിൽക്കണം. ടൈം അതായത് ദിവസങ്ങൾ ടൈം ഒരുപാട് വരും ഇതിൻ്റെ എല്ലാം. ഇല്ല, നമുക്ക് ഒരു ജോലിയുള്ള ഒരാൾ പോകണമെങ്കിൽ ഒരു ജോലി, ഇപ്പം ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പോലും നമുക്കൊരു സ്വന്തമായിട്ടൊരു 20 കൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 20 കൂട് കുറഞ്ഞത് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ദിവസം ഒരു അരമണിക്കൂറൊന്നും വേണ്ട. നമ്മൾ ആഴ്ച ഒരു 2 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. ഒരു 20 കൂട് വളർത്തുന്നതിന് ആഴ്ച. ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ട് മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നവർ ചോദിച്ചോളൂ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മൈക്ക് ഓണാക്കാൻ പറ്റാത്തത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ക്ലാസ് നടക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആവുമ്പോൾ ക്ലാസ്സിന് ഡിസ്റ്റർബ് ഇല്ലാതെ നമുക്ക് ക്ലാസ് കേൾക്കാൻ വേണ്ടി പറ്റും. ഇത് ആരൊക്കെയോ ഒന്ന് ഇടയിൽ കൂടെ മൈക്ക് ഓണാക്കി സംസാരിച്ചുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കിയത്. മ്യൂട്ടാക്കി കഴിഞ്ഞാൽ സിംഗിളായിട്ട് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മ്യൂട്ടാക്കാൻ നിന്നത്. അപ്പം അടുത്ത ക്ലാസ്സിൽ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ വൈൻഡപ്പ് ചെയ്യല്ലേ മേഡം? ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ പേരോടും. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥന ചെലുത്തുന്ന ജെസ്സി മാഡത്തിനോടും നമുക്കൊക്കെ വരുമാന മാർഗമാക്കാൻ പറ്റുന്ന തേനീച്ച കൃഷിയെക്കുറിച്ച് വളരെ വിജ്ഞാനപ്രദമായിട്ട് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തു തന്ന അബി സാറിനോടും ടീം പാന്തേഴ്സിന്റെ പേരിലും ട്രൂബിൻ മെർക്കന്റൈൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേരിലും എന്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ജയ് ട്രൂബിൻ. താങ്ക് യു.